മമ്മൂക്കയുടെ കോള് കിട്ടിയപ്പോ എങ്ങനെയുണ്ടായിരുന്നു? ഒരു നമ്പർ വന്നപ്പോൾ ഞാൻ ഹലോ ആരാണ്? വിനോദ് കപൂര്, ഞാൻ മമ്മൂക്കയാണ്. മമ്മൂട്ടി. ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വിനോദ് കോപൂർ എന്ന് യൂട്യൂബിൽ അടിച്ചപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി. 4 വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന്. സത്യത്തിൽ ഞാൻ എന്റെ ഭാര്യയെ തന്നെയാണ് എല്ലാവരും ഒരു 5 വർഷം കൂടുമ്പോ ഭാര്യയെ ഇതുപോലെ കല്യാണം കഴിച്ച് നമ്മൾ ഈ ലൈസൻസ് ഒക്കെ പുതുക്കുന്ന പോലെ വേണം. എന്റെ ഭാര്യക്ക് അങ്ങനത്തെ ഒരു പൊസിഷൻസ്. കാരണം ഇപ്പൊ സുരഭിയുടെ കൂടെ ഞാൻ അഭിനയിക്കുമ്പോഴും അവളുടെ കൂട്ടുകാരികളൊക്കെ വിളിച്ചിട്ട് എന്താ അത് നീ കാണുന്നില്ലേ എന്നൊക്കെ പറയും. MIT മൂസ എന്ന് വിളിക്കുന്നതാണോ വിനോദ് കോവൂർ എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? തെറി വിളിക്കാതിരുന്നാ ഇതിന് തന്നെ സെക്കൻഡ് പാർട്ട് വരുമെന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം സുരഭി കുറച്ച് തിരക്കിലാണ്. ശരിക്കും സുരഭി എന്റെ ഭാര്യ തന്നെയാണോ എന്ന് കൃത്യമായിട്ട് എത്രയോ ആളുകളാണ്. എനിക്ക് ലാത്തിക്ക് അടി കൊടുക്കുന്നത് എന്റെ മർമ്മത്തിലാണ്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞാൻ സുന്നത്ത് കഴിച്ച പോലെ കിടക്കണത് കിടക്കും. അപ്പൊ അമ്മ വന്നിങ്ങനെ സിനിമ ഷൂട്ടിങ്ങിനിടയിൽ എന്തോ ഒരു ഡയലോഗൊക്കെ അടിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ വെറുതെ ഡയറക്ടർ ചോദിച്ചു അമ്മ അഭിനയിക്കുവോ? പിന്നെ എനിക്കെന്താ അഭിനയിച്ചാലേ ചോദിച്ചപ്പോ അങ്ങനെ അമ്മേനെ പിടിച്ചിരുത്തി. അമ്മയെ ഞാനും കിട്ടുള്ള കോമ്പിനേഷൻ. അയ്യോ അമ്മ അതോടെ താരായി അവിടെ. എന്നെ കണ്ടപ്പോ ഏട്ടാ കണ്ണൊക്കെ നിറഞ്ഞു 2 കൈയും പിടിച്ച് എന്നെ കൂട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മ തരണു. എവിടെ ഞാൻ ഇങ്ങനെ ഒരു കഥാപാത്രത്തെ ഞാൻ കണ്ടിട്ടില്ല മോനെ. എന്റെ മുഖത്താണ് മറുമായത്തിൽ ആദ്യം ക്യാമറ വെച്ചത്. ഫസ്റ്റ് തുടങ്ങുന്നത് എന്റെ സീനിലാണ്. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം MIT മൂസ വിനോദ് കോവൂർ. വെൽക്കം. താങ്ക് യു. MIT മൂസ എന്ന് വിളിക്കുന്നതാണോ വിനോദ് കോവൂർ എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? തെറി വിളിക്കാതിരുന്നാ മതി. എന്നാലും MIT മൂസയോട് ആളുകൾക്ക് എത്രയൊക്കെ റോൾസ് ചെയ്താൽ ഒരു പൊടിക്ക് ഇഷ്ടം കൂടുതലല്ലേ? അതിന്റെ സത്യം എന്താണെന്നറിയോ? ആ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്തിട്ട് 8 വർഷമായി. അതെ. പക്ഷെ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ആ കഥാപാത്രം മാഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മാഞ്ഞിട്ടില്ല, സത്യം. ഇപ്പോഴും ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു 20 പേര് എന്നെ പേരെടുത്ത് വിളിക്കുന്നെങ്കിൽ അത് 18 പേരും മൊസക്കായിന്ന് വിളിക്കുള്ളൂ. ബാക്കി 2 പേര് വിനോദെന്ന് വിളിക്കുള്ളൂ. സ്റ്റിൽ അതിന്റെ കട്ടിങ്സ് ഇപ്പോഴും ടിക്ടോക്ക് പോയിട്ട് റീൽസ് വരെ MIT മൂസയുടെയും പാത്തുവിന്റെയും വീഡിയോസ് ഒക്കെ ചെറിയ കുട്ടികൾ വരെ. എനിക്ക് തോന്നുന്നു MIT മൂസ അവസാനിപ്പിച്ചതിന് ശേഷം ജനിച്ച പിള്ളേര് വരെ അത് ചെയ്യുന്നു. ഈ അടുത്തൊരു അത്ഭുതം ഉണ്ടായി. ഞാനൊരു കോളേജിൽ ഉദ്ഘാടകനായി ചെന്നപ്പോഴേ അവിടെ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി വന്നിട്ടേ ഞാൻ 3rd സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ മുതൽ MIT മൂസ കാണുന്നുണ്ടോ. അപ്പോഴും ഞാൻ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തേ 3rd 4th 5th സംഭവം ശരിയാ. അതെ അതെ. സംഭവം നിർത്തിയിട്ട് 8 വർഷമായില്ലേ? 8 വർഷമായി. അത് ഞാനൊക്കെ വളരെ ചെറുപ്പത്തിൽ കണ്ടത് MIT മൂസ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോ കണ്ട സംഭവമാണ് MIT മൂസ. UAE-ൽ അത് ആദ്യം മുതൽ അവിടുത്തെ ഒരു ചാനലിൽ ഫസ്റ്റ് മുതൽ ഇപ്പം വീണ്ടും ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും കൂടെ എന്തെങ്കിലും ഒരു പുതിയ ഐറ്റം നമുക്ക് പ്രതീക്ഷിക്കാം? ആ ഒരു കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ്. ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിന്റെ തന്നെ സെക്കൻഡ് പാർട്ട് വരുമെന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം സുരഭി കുറച്ച് തിരക്കിലാണ്. കാരണം സുരഭി ഇപ്പൊ ടൊവിനോയുടെ നായികയായിട്ട് വരണു. അപ്പോൾ പെട്ടെന്ന് അവൾക്കൊരു മിനി സ്ക്രീനിലേക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പലരോടും ചോദിക്കുന്നവരൊക്കെ അവളതാണ് പറയുന്നത്. പക്ഷെ വരും, ഒരു പ്രതീക്ഷയുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞങ്ങൾ വരും. ഒരു 2ാം ഘട്ടം. കാരണം കുറച്ച് പ്രായമായിട്ട് മൂസയും പാത്തും മക്കളൊക്കെ കല്യാണം കഴിഞ്ഞു. സെറ്റപ്പിൽ ജസ്റ്റ് ഒരു കുറച്ച് എപ്പിസോഡ്സ് അല്ലേ? നിങ്ങൾ എല്ലാവരും കൂടെ ഗെറ്റ് ടുഗെദേഴ്സ് ഒക്കെ നടത്താറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടും ഞങ്ങൾ. കാരണം ഭയങ്കര ഒരു വൈകാരികമായ ഒരു ബന്ധമാണ്. കാരണം ഇങ്ങനെ ഒരു ഹസ്ബൻഡും വൈഫും ഇഴുകിച്ചേർന്ന് അഭിനയിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അത്രയും ആളുകളുടെ ഇടയിലൊക്കെ അത്രയും സംസാര വിഷയം. ശരിക്കും സുരഭി എന്റെ ഭാര്യ തന്നെയാണോ എന്ന് കൃത്യമായിട്ട് എത്രയോ ആളുകൾ. എനിക്ക് തോന്നി ഉപ്പും മുളകും ഒക്കെ വരുന്നതിന് ഒരുപാട് മുമ്പ് MIT മൂസ ഉണ്ട്. ഈ ഒരു കോൺസെപ്റ്റ് തന്നെ ആദ്യം ഒരു യൂഷ്വൽ സീരിയൽ പാറ്റേൺ ഡിഫറെന്റ് ആയിട്ട് വന്നത്. കാരണം എനിക്ക് എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം 7ാം ക്ലാസ് വരെ പഠിച്ചൊരു മീൻകാരനാണ് നായകൻ, 4ാം ക്ലാസ് വരെ പഠിച്ച പാത്തുവാണ് നായികനെ പറഞ്ഞു. ഞാൻ ഇത് ജനങ്ങളെ ഏറ്റെടുക്കുമോ? നമുക്ക് പോയി നോക്കാം വിനോദം. ഒരു 20 എപ്പിസോഡ് പോയിട്ട് ആരാ പറയണത്? മമ്മൂക്കയുടെ ബ്രദർ, അദ്ദേഹമാണ് പ്രൊഡ്യൂസർ, ഇബ്രാഹിം ഖാൻ. ഒരു 20 എപ്പിസോഡ് നമുക്ക് പോയി നോക്കാം. എന്നിട്ട് ആളുകൾ എടുക്കുന്നില്ല നമുക്ക് നിർത്താം. പക്ഷെ 20 എപ്പിസോഡ് ആയപ്പോഴേക്കും ആളുകൾ അങ്ങോട്ട് കൈ നീട്ടിയാണ് സ്വീകരിച്ചത്. ആ ഒരു ചാനൽ തന്നെ MIT മൂസ കേറിപ്പോയി. അതേപോലെ തന്നെ എന്താ MIT വണ്ടി, അതൊക്കെ പോപ്പുലറായി. കുറെ നമ്മൾ മറന്നിരുന്ന സംഭവങ്ങളൊക്കെ MIT കാണുമ്പോഴൊക്കെ ഇതൊക്കെ ഓർക്കാറുണ്ടോ? ആ വണ്ടി ഉണ്ടോ? വണ്ടി എന്റെ വീട്ടിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോഴും വണ്ടിക്ക് ചെറിയൊരു വീടൊക്കെ കെട്ടിക്കൊടുത്ത് അതിനുള്ളിൽ ഒരു കാഴ്ച വസ്തു എടുത്ത് ഞാനത് ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ ഞാൻ തന്നെ അത് എനിക്ക് വേണം എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസറുടെ അടുത്ത് വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചു. ഇപ്പൊ വരുന്നവർക്കൊക്കെ കൗതുക, അതിന്റെ മേലെ കയറി ഫോട്ടോ എടുക്കണല്ലോ. MIT അത് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ ഈ പണ്ട് സർദാർജി കഥകള്, ടിന്റുമോൻ ജോക്സ്, അതൊക്കെ അതേപോലെ ഒരു ക്യാരക്ടറായി കുട്ടികളുടെ ഒക്കെ മനസ്സിൽ ഞാനും സുരഭിയും കാർട്ടൂൺ കാർട്ടൂൺ സത്യം കിട്ടും. അതേപോലെ നമ്മൾ ഈ മറ്റേ മൊല്ലാക്ക കഥകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതേപോലെ ഈ കോഴിക്കോട് സ്ലാങ്ങും ഒരുപാട് അതിനെ സഹായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ?
ശരിക്കും നാട്ടിലൊക്കെ ഇങ്ങനത്തെ MIT മൂസകൾ ഉണ്ടോ ഒരുപാട്? പിന്നെ ഒരുപാട് പേരുണ്ട്, ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഞാൻ ഈ പരിപാടി തുടങ്ങിയതിന് ശേഷം ഞാൻ പല സ്ഥലത്തും ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പം ഇപ്പൊ പൊന്നാനി ചെല്ലുമ്പോൾ ഇവിടെ ഒരു മുസകായി ഉണ്ട് കേട്ടോ, അപ്പോൾ അയാൾ വരും. അപ്പോൾ അയാളായിട്ട് സംസാരിക്കുമ്പോൾ കറക്റ്റ് അയാൾ അങ്ങനെ തന്നെയാണ്. അയാളുടെ വീട്ടിൽ 2 മക്കളും ഭാര്യയാണ്, ഇതുപോലെ തന്നെ ജീവിതം നയിക്കണം, കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും മീകാരനായിട്ട് നടക്കണം എന്നൊക്കെ പറയും. പിന്നെ പൂച്ചകളായിട്ട് ഭയങ്കര പ്രേമമായിരുന്നു എനിക്ക്. പൂച്ചകൾ എവിടെ ചെന്നാലും പൂച്ചകൾ എൻ്റെ കൂടെ ഉണ്ടാവും. വേറെ ഒരു പൂച്ചപ്പാട്ടുണ്ടല്ലോ, മുസക്കായി കൊണ്ടുവച്ച മീനെല്ലാം കെട്ടുന്ന കിമാറ് പൂച്ച, അതൊക്കെ ഇപ്പോഴും റീൽസ് വരുന്നുണ്ട്. നമുക്കിങ്ങനെ പറഞ്ഞു ചിരിക്കാൻ ഒരുപാട് കോമഡീസ് ഉണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചിരിക്കാൻ ഓർമ്മ വരുന്ന അതിലൊരു സീൻ ഏതാ ഇപ്പൊ? അയ്യോ, അതില് ഇഷ്ടംപോലെ സീനുകളുണ്ട്. അതില് ഞാനൊരു സമരത്തിന് പോകുന്നുണ്ട്. സമരത്തിന് പോയിട്ട് പോണ്ടെന്ന് 10 പലതവണ പറഞ്ഞതാ. ലാത്തി ചാർജിനിടയിൽ ആളുകൾ എന്നെ ഇട്ട് പെരുമാറും. അപ്പം അതിൽ എനിക്ക് ലാത്തിക്ക് അടി കൊടുക്കുന്നത് എൻ്റെ മർമ്മത്തിലാണ്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞാൻ സുന്നത്ത് കഴിച്ച പോലെ കിടത്തും. ഒരു തുണിയൊക്കെ വലിച്ചു കെട്ടിയിട്ട് ബാത്റൂം അതിൻ്റെ ഉള്ളിൽ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരുപാട് തിരിച്ചു വേണ്ടത്. അതുപോലെ എനിക്ക് അൾഷിമേഷ് വരുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ഞാൻ കുട്ടിക്കാലത്തേക്ക് പോണത്. എനിക്ക് പ്രായം കുറഞ്ഞു പോയി പെട്ടെന്ന്. ഒരു ദിവസം അങ്ങനെയാണ്. എന്നിട്ട് ഞാൻ പാത്തുവിൻ്റെ പുറകിൽ നിന്നിട്ട് ചായ വേണം, എനിക്ക് ചായ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ കുട്ടികളെ പോലെ നടന്നിട്ടേ അത് നല്ല രസമായിരുന്നു. മൊത്തം കുട്ടിയായിട്ട് അഭിനയിച്ചിട്ട് ഇഷ്ടം പോലെ. എന്തായാലും MIT മൂസ ഒരു സിനിമയായിട്ട് വന്നാലും ആളുകൾ എന്തായാലും സ്വീകരിച്ചു പോകും. കാരണം ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള ഭാഗ്യം ഒരുപാട് പേരുടെ ആരാധന പിടിച്ചു വരും. കാരണം ഗൾഫിലൊക്കെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും ഞങ്ങൾ മമ്മൂട്ടി മോഹൻലാലുമാണ് അവിടുത്തെ ആളുകൾക്ക്. ഞങ്ങളൊന്ന് തൊടാനും ഞങ്ങളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി ആളുകൾ കാണിക്കുന്ന സത്യത്തിൽ പടച്ചവനോട് നമ്മൾ നന്ദി പറഞ്ഞു പോകുന്ന അവസ്ഥയാണ്. ഞങ്ങളെ കണ്ട ആ വേഷത്തിൽ കണ്ടാൽ മതി അവർക്ക്, ഞങ്ങളൊന്നും പറയണമെന്നില്ല. എന്നാലും ഞങ്ങൾ വെറുതെ എന്തൊക്കെയാ സുഖമല്ലേ എന്നോട് ചോദിക്കുമ്പോഴേക്ക് ആരവം പോലെയാണ് ഇങ്ങോട്ട്. ഈ ഒരു MIT മൂസയിലൂടെ നമ്മളെ ഇത്രയും ചിരിപ്പിച്ച ഒരാള് നമ്മുടെ മമ്മൂക്കയുടെ വർഷത്തിനകത്ത് കരയിപ്പിച്ചു, അത്രയും കരയിപ്പിച്ചു. നമ്മള് ഇങ്ങനെ ഞെട്ടിപ്പോയി. ഏതൊരു മനുഷ്യനായാലും ഈ ചിരിപ്പിക്കുന്നവർക്ക് നിങ്ങൾ കരയിപ്പിക്കുമ്പോ നമ്മളും കൂടെ കരഞ്ഞു പോകും. അപ്പൊ ഒരിക്കലും കോമഡി എന്ന ആളുകള് ട്രാജിക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഫീലാണ്. കാരണം ആ സിനിമ ഞാൻ ഇതുവരെ ചെയ്ത 55 സിനിമകളിൽ ഇന്നും ഏറ്റവും നല്ല ഒരു ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ അത് തന്നെ പറയുള്ളൂ കേട്ടോ. അതിന് ശേഷം വരുന്നൊരു ക്യാരക്ടറാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോണ സിനിമയുടെ ക്യാരക്ടർ. അപ്പോൾ വർഷത്തിൽ എനിക്ക് ആ ക്യാരക്ടർ തന്നത് മമ്മൂക്കയാണ്. എനിക്ക് 2014 ഒരു ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് ഉണ്ടായിരുന്നു. അതേ കാരണത്താലാണ് ഷോർട്ട് ഫിലിമിൽ. അപ്പോൾ അതിൽ അഭിനയം കണ്ടിട്ടാണ് മമ്മൂക്ക എന്നെ സിനിമയിലേക്ക് ക്ഷണിക്കുന്നത്. അത് ശരിക്കും ഭയങ്കര ഒരു അനുഭവമായി. മമ്മൂക്കയുടെ കോള് കിട്ടിയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ, നമ്മൾ എത്ര എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ നമ്മളായാലും ഡെയിലി ഒരുപാട് നടന്മാരെയൊക്കെ സിനിമ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്, എല്ലാവരെയും കണ്ടിട്ടുണ്ട്. എന്നാലും സ്റ്റിൽ മമ്മൂക്ക, ലാലേട്ടൻ എന്നൊക്കെ പറയുമ്പോ എപ്പോഴും ഒരു രണ്ടുപേരും എന്നെ വിളിച്ചും ഞെട്ടിച്ചിട്ടുണ്ട്. മമ്മൂക്ക ഈ ഒരു കാരണം പറഞ്ഞ് വിളിച്ചു. വന്ന് അനോണിമസ് നമ്പർ, എനിക്ക് അറിയില്ല മമ്മൂക്കയാണെന്ന്. ഒരു നമ്പർ വന്നപ്പോൾ ഞാൻ ഹലോ ആരാണ്, അപ്പോൾ അവിടുന്ന് ഞാൻ മമ്മൂക്കയാണ്. അപ്പോൾ ഞാൻ ആദ്യം എന്നെ പറ്റിക്കുകയാണെന്ന് കരുതി ആരോ വിളിച്ചിട്ടേ. പിന്നെ യഥാർത്ഥം മമ്മൂക്കയാണെന്ന് മനസ്സിലാക്കിയപ്പം തരുത്തുപോയി. ഞാൻ മമ്മൂക്കയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താ റിപ്ലൈ വേണം? പോയെ പറ്റിക്കാൻ? അല്ല സത്യം, ഞാൻ ഹലോ ആരാണ്, ഞാൻ വീണ്ടും ചോദിക്കുകയാണ് കൺഫേം ചെയ്യാൻ വേണ്ടി. വിനോദ് കപൂര്, ഞാൻ മമ്മൂക്കയാണ്, മമ്മൂട്ടി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അതേപോലെ ലാലേട്ടൻ പിന്നെ ലാലേട്ടൻ്റെ നമ്പർ എൻ്റെ മൊബൈലിലുണ്ട്. പക്ഷെ ലാലേട്ടൻ ഒരിക്കലും എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. ഒരിക്കൽ ഞാൻ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലാലേട്ടൻ്റെ കോള്. അപ്പോൾ ഞാൻ കാർ ഡ്രൈവ് നിർത്തി കോളെടുത്തു. അപ്പോൾ ലാലേട്ടൻ എൻ്റെ ഒരു മ്യൂസിക്കൽ ആൽബം കണ്ടിട്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചാണ്. അങ്ങനെ രണ്ടുപേരും എന്നെ വിളിച്ച് ഞെട്ടിച്ചിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ വിഷയം കട്ടപ്പാടത്തെ മാന്ത്രികൻ. അപ്പോൾ എങ്ങനെയാണ് കട്ടപ്പാടത്തെ മാന്ത്രികൻ ഒരു സീരിയസ് വേഷമാണെന്നൊക്കെ അറിഞ്ഞു. അപ്പം വർഷം പോലെ തന്നെ നമ്മളെ കരയിക്കാനാണോ? അതെ, വർഷത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഇത്രയും സീരിയസ് ആയിട്ടുള്ള വേഷം വേറെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും വൈകാരിക ഘട്ടങ്ങളുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു സാധാരണക്കാരൻ, കൂലിപ്പണിക്കാരനാണ് അദ്ദേഹം. വിക്കനും കൂടിയാണ്. വിക്കുണ്ട്, സംസാരിക്കുമ്പോൾ വിക്കുണ്ട്. അപ്പോൾ എനിക്ക് സാധിക്കാതെ പോയൊരു സ്വപ്നം മകനിലൂടെ സാധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പിതാവ്. മകനാണ് സുമിത്ത്. അപ്പോൾ സുമിത്തിനെ ഞാൻ ആദ്യമായിട്ടാണ് ആ സിനിമയിലേക്ക്, സുമിത്തിൻ്റെ ഒരുപാട് പ്രോഗ്രാം യൂട്യൂബിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ആദ്യമായിട്ടാണ് കോമ്പിനേഷനിൽ അഭിനയിക്കുന്നത്. പക്ഷേ സുമിത്ത് എനിക്ക് വളരെ ആപ്റ്റായിട്ടുള്ളൊരു മകനായി. ഭയങ്കര കെമിസ്ട്രി വർക്കൗട്ട് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വൈകാരികമായ ഒരുപാട് രംഗങ്ങളുണ്ട് സിനിമയിൽ. അത് ഗ്ലിസറിൻ ഇടാതെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞുപോയ മുഹൂർത്തങ്ങൾ
ഡയറക്ടർ വന്ന് ഞങ്ങൾ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച ചില നിമിഷങ്ങളൊക്കെ ഉണ്ട്. അത് ശരിക്കും ഈ വിക്കുള്ള ആളുകൾക്ക് മനസ്സിൽ പ്രയാസം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും വിക്ക് കൂടും. അതൊരു വല്ലാത്ത അവസ്ഥയാണ്, പറയാനും പറ്റില്ല. അപ്പം മകൻ അതിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക, എന്താണ് അച്ഛൻ പറയാൻ പോണെന്ന് പറഞ്ഞാൽ കിച്ചു എന്നാണ് അവൻ്റെ പേര്. കിച്ചു എന്ന് വരണമെങ്കിൽ ടൈം എടുക്കും. കിച്ചുവോ എന്നിട്ടാണ് ഞാൻ പറയാൻ പോണത്. അതുവരെ ക്ഷമയോടെ അവൻ കാത്തിരിക്കണം എന്താണ് പറയാൻ പോണെന്നുള്ളത്. അങ്ങനെ കുറേ നല്ല മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട്. പിന്നെ ഈ സിനിമയുടെ സംവിധായകൻ ഫൈസൽ ഹുസൈൻ, ഇദ്ദേഹം ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് കഥ പറഞ്ഞു, കോഴിക്കോട് എൻ്റെ വീട്ടിൽ. അപ്പം കഥ പറഞ്ഞപ്പം ഇദ്ദേഹം ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കഥയായിട്ടാണ് പറഞ്ഞത്. എനിക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കഥ കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അങ്ങോട്ടൊരു ഓപ്ഷൻ വെച്ചു, ഇത് നിങ്ങൾക്ക് സിനിമ ആയിക്കൂടെ, ഇതെന്തിന് ഷോർട്ട് ഫിലിം ആക്കണം, ഇതിന് ശരിക്കും ഒരു സിനിമയാക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. കഥയ്ക്ക് ഒരു ഇത്തിരി വലിച്ചു നീട്ടിയാൽ നല്ലൊരു സിനിമയാവും, ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു സിനിമയായിട്ട് മാറും. അങ്ങനെയാണ് അയാൾ റീതിങ്ക് ചെയ്ത് അയാൾ ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തി ഇത് സിനിമയായിട്ട് മാറിയത്. അങ്ങനെയാണ് നമുക്ക് കട്ടപ്പാടത്തെ മാന്ത്രികൻ എത്തിയത്. മാന്ത്രികന്റെ കുഞ്ഞിരാമൻ എന്നാണ് എൻ്റെ കഥാപാത്രത്തിന്റെ പേര്. അപ്പോൾ അതെനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു കഥാപാത്രമാണ്. നമുക്ക് പോസ്റ്റർ ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു നാട്ടിൻപുറത്തിന്റെ കഥ പറയുന്നത്, തനി നാട്ടിൻപുറം എന്ന് പറഞ്ഞാൽ പക്ക നാട്ടിൻപുറം. അതിനുപരി ഒരു 100 പുതുമുഖ താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. എല്ലാം കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള ആളുകളാണ്, ഈ ഡയറക്ടറുടെ പ്രിയപ്പെട്ട ആളുകളാണ്. പക്ഷെ അവരൊക്കെ വന്ന് വെറുതെ പോവല്ല, അവരൊക്കെ ഒന്ന് സിഗ്നേച്ചർ ചെയ്തിട്ടാണ് പോണത്. കാരണം അത്ര അവർ കൊടുത്ത വേഷം, ചെറിയൊരു വേഷമാണെങ്കിൽ പോലും എൻ്റെ കൂടെ അഭിനയിച്ച ആളുകളൊക്കെ അത്ര ഹാപ്പി ആയിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ടൊക്കെയാണ് പോണത്. ഈ ഫുള്ള് കോഴിക്കോട് മലപ്പുറം ഭാഗം തന്നെയാണല്ലേ? മലപ്പുറം പാലക്കാടുണ്ട്. പാലക്കാട് ഷൂട്ടുണ്ട്. നാട്ടുകാരെയൊക്കെ ഇൻവോൾവ് ആക്കിയിട്ടുണ്ടോ? നാട്ടുകാരെ ഇൻവോൾവ് ആക്കി. ഞങ്ങളൊരു സിനിമയുടെ ഒരു ദിവസം ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവിടെ ഒരു അമ്മ വന്നു, പ്രായമുള്ളൊരമ്മ. ആ അമ്മയെ കാണാൻ തന്നെ ഒരു കൗതുകം, നല്ല പ്രായമുള്ള അമ്മയാണ്. അപ്പോൾ അമ്മ വന്നിങ്ങനെ സിനിമ ഷൂട്ടിങ്ങിനിടയിൽ എന്തോ ഒരു ഡയലോഗൊക്കെ അടിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ വെറുതെ ഡയറക്ടർ ചോദിച്ചു, അമ്മ അഭിനയിക്കുമോ? പിന്നെ എനിക്കെന്താ അഭിനയിച്ചാലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ അമ്മേനെ പിടിച്ചിരുത്തി. അമ്മയെ ഞാനും കിട്ടുള്ള കോമ്പിനേഷൻ. അയ്യോ, അമ്മ അതോടെ താരായി അവിടെ. ഇങ്ങനെ ഇച്ചിരി പ്രായമായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ അവർ വന്ന് സംസാരിക്കുന്ന സന്തോഷകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഇഷ്ടം പോലെ. കാരണം ഈ MAT മൂസയ്ക്കും മറിമായത്തിൻ്റെ ഒക്കെ ആരാധകർ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളുകളാണ്. ഞാനൊരിക്കൽ കണ്ണൂരിൽ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ ഉദ്ഘാടനം നടന്ന ആളുകളൊക്കെ എൻ്റെ കൂടെ വന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നോട് ഒരു എക്സ്ക്യൂസ് മീ അടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഈ ഷോപ്പിൻ്റെ ഒരു 3 വീട് അപ്പുറത്ത് എൻ്റെ വീടാണ്, എൻ്റെ ഉപ്പ 92 വയസ്സുള്ള ഒരാളാണ്, ബെഡിലാണ്, കിടപ്പാണ്, പക്ഷെ നിങ്ങളുടെ ഭയങ്കര ആരാധകനാണ്, മയ്യത്താവണതിന് മുമ്പ് നിങ്ങളൊന്ന് കാണുന്നതാണ് ഉപ്പയുടെ ആഗ്രഹം. ഇത്ര അടുത്ത് വന്നപ്പോൾ ഉപ്പ എന്നെ പറഞ്ഞു വിട്ടാണ് ഒന്നിവിടെ വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഞാൻ ഉടനെ പോയി. കാരണം എനിക്ക് ആ ഉദ്ഘാടനം ചെയ്തതിനെക്കാട്ടും ഇഷ്ടമായത് അദ്ദേഹത്തിന്റെ കൂടെ പോയി ഒരു 10 മിനിറ്റ് ചെലവഴിച്ചു. പ്രായമുള്ള മനുഷ്യൻ എന്നെ കണ്ടപ്പോൾ അയാളുടെ കണ്ണൊക്കെ നിറഞ്ഞു, 2 കൈയും പിടിച്ച് എന്നെ കൂട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മ തരണു. അയാൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കഥാപാത്രത്തെ ഞാൻ കണ്ടിട്ടില്ല മോനെ, അത്ര മനോഹരമായിട്ടാണ് നീ ആ കഥാപാത്രം, ഭയങ്കര. അത് സത്യത്തിൽ അന്ന് ഉള്ള തിരിച്ചു യാത്രയിൽ മുഴുവൻ എനിക്ക് ഇയാളാണ് എൻ്റെ മെമ്മറിയിൽ. ഞാൻ പോയ ഉദ്ഘാടനം ഒന്നും എനിക്ക് ഓർമ്മയില്ല, വാങ്ങിയ കാശ് മാത്രം എൻ്റെ പോക്കറ്റിലുണ്ട്. അതുപോലെ തന്നെ ഈ അന്നത്തെ സമയത്ത് യൂട്യൂബും ഒന്നും ഇത്രയും തരംഗമല്ലല്ലോ. യൂട്യൂബ് ഉണ്ട്, ഇല്ലാന്നല്ല, പക്ഷെ നമുക്ക് ഈ അൺലിമിറ്റഡ് നെറ്റ് ഒക്കെ പിന്നീടല്ലേ കിട്ടാൻ തുടങ്ങിയത്. ആ സമയത്തും ആളുകൾ സ്വീകരിച്ചു എന്നുള്ളതാ. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരുപാട് സമ്മാനങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിക്കാതെ കിട്ടുന്നുണ്ടോ? അത് ഗൾഫ് പോയാൽ ഗൾഫിൽ ആരാധകര് സമ്മാനങ്ങളൊക്കെ വാരിക്കോരി തരും. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ പൈസ, ഞാൻ കയ്യിൽ കിട്ടിയ വാച്ച് ഗൾഫിൽ എൻ്റെ ഒരു ആരാധകൻ തന്ന സമ്മാനമാണ്. ഈ പൈസയുടെ വാല്യൂ അല്ലാണ്ട് സ്നേഹത്തോടെ നമ്മളിപ്പോ പൈസ വെച്ച് കണക്കാക്കിയാൽ ഒന്നും ഇല്ലാത്ത സാധനം, എന്നാൽ അത്രയ്ക്ക് സ്നേഹത്തോടെ കുട്ടികളൊക്കെ സമ്മാനം. പിന്നെ കുട്ടികളെ ഞാനൊരു സ്കൂളിൽ ഞാനൊരു ഉദ്ഘാടനത്തിന് പോയപ്പം ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുമ്പം ഓഡിയൻസിനിടയിൽ ഇരുന്നിട്ട് ഒരു 7th സ്റ്റാൻഡേർഡിലൊരു കുട്ടി അവളുടെ പുസ്തകത്തിൽ എന്നെ വരയ്ക്കുകയാണ്. എന്നെ വരച്ചിട്ട് പ്രോഗ്രാം കഴിയാനായപ്പോൾ അവളൊരു അധ്യാപകൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഞാൻ സാറിന് വരച്ചിട്ട് എനിക്കിത് സാറിന് കൊടുക്കണം. അങ്ങനെ അവൾ സ്റ്റേജിൽ വന്നു. ഞാൻ ഈ ചിത്രം കണ്ടപ്പോൾ അന്തം വിട്ടുപോയി. ഞാൻ ആ കുട്ടിയായിട്ട് ചേർത്ത് പിടിച്ചു. അതൊരു സ്നേഹമല്ലേ? കാരണം എത്ര നേരം അവളെ എന്നെ നോക്കി നിന്നിട്ട് അവളെ അത് വരയ്ക്കുന്നുണ്ടാവും. അങ്ങനെ ഭയങ്കര സർപ്രൈസ് ഒക്കെ ഒരുപാട് കുട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ചേട്ടനാണേലും ജീവിതത്തിൽ ഒരുപാട് പേരുടെ സ്നേഹം ഇതേപോലെ കിട്ടുന്നുണ്ട്. എന്നാൽ MIT മൂസയുടെ മുമ്പ് എങ്ങനെയായിരുന്നു ജീവിതം? അല്ല, MIT മൂസയുടെ മുമ്പും ഞാൻ ഒരുപാട് സ്കിറ്റുകൾ ചെയ്ത് ഒരുപാട് റിയാലിറ്റി ഷോകളൊക്കെ ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ MIT മൂസയുടെ ഒരു ഡിഫറെന്റ് ആണ്.
പക്ഷെ എന്നാൽ പോലും ലൈഫിൽ അത്രയും വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല MIT മൂസ പോലൊരു റോള് ചെയ്യാനായിട്ട്. അത് സത്യം. MIT മൂസയുടെ മുന്നേ തുടങ്ങിയാണ് മറിമായം. ഇപ്പൊ 14 വർഷമായി. മറിമായത്തിൽ മൊയ്തുവായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. 14 വർഷം 750 ക്യാരക്ടർ ചെയ്തു. അതെ, ഇപ്പോഴും ഉണ്ടല്ലോ മറിമായം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബോണ്ടും പക്ഷെ ഭയങ്കരമാണ്, മറിമായത്തിന്റെ ഒരു ബോണ്ട്. പക്ഷെ ഇത്രയും വർഷം ഒരു സീരിയലിൽ ആരും തമ്മിൽ ഒരു വഴക്കില്ലാണ്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതാണ് അതിലുള്ള എല്ലാ, കാരണം ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്ന് പറഞ്ഞാല് ഭീകരമാണ്. അതെ, എല്ലാവരും തമ്മിലൊരു ഞാൻ സ്റ്റാർട്ടിങ് എന്റെ മുഖത്താണ് മറിമായത്തിൽ ആദ്യം ക്യാമറ വെച്ചത്. ഫസ്റ്റ് തുടങ്ങുന്നത് എന്റെ സീനിലാണ്. അതിന്റെ ഐശ്വര്യമുണ്ട്. എപ്പോഴെങ്കിലും പറയാറുണ്ടോ ഇത്? പിന്നെ അതൊക്കെ ഇന്റർവ്യൂവിൽ എല്ലാവരും പറയും, എല്ലാവർക്കും അറിയാം. MIT മൂസയുടെ ആദ്യത്തെ സീൻ ഏതായിരുന്നു? MIT മൂസയുടെ ഫസ്റ്റ് സീനും ഞാൻ തന്നെയാണ്. ഞാൻ MITയിൽ മീനും വിറ്റ് വരുന്ന സീനാണ്. അതായിരുന്നു ഫസ്റ്റ് സീൻ. അപ്പൊ ഫസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഇതുണ്ട്. ഫ്യൂച്ചറിൽ ഒരു ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എത്ര ഷോപ്പുകൾ നല്ല രീതിയിൽ അതൊക്കെ നല്ല. ഞാൻ എപ്പോഴും ഞാൻ ഉദ്ഘാടനം ചെയ്ത ഷോപ്പുകളുടെ മുന്നിൽ കൂടെ പിന്നെ ഞാൻ പോകുമ്പോൾ ശ്രദ്ധിക്കും. അപ്പൊ പ്രൗഢഗംഭീരമായിട്ട് അവിടെ ഉണ്ടാവും. ഇപ്പൊ ഈ മറിമായൻ ടീമിന്റെ ഒരു മൂവിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിനും നല്ല പ്രേക്ഷക പിന്തുണ. 3 ആഴ്ച നന്നായിട്ട് തിയേറ്ററിൽ കണ്ടു. നിങ്ങളെ മനസ്സ് തുറന്ന ആളുകൾ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം മറിമായത്തിന്റെ പ്രേക്ഷകർ മാത്രമാണ്. കാരണം ഈ അടുത്ത് എന്നോടൊരു മുസ്ലിം ഫാമിലി എന്നെ വിളിച്ചു. അവർ തിയേറ്ററിൽ നിന്ന് വിളിച്ചിട്ട് ഉപ്പ പറയുകയാണ്, വിനോദേ 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനും എൻ്റെ ഭാര്യയും ഒരു തിയേറ്ററിൽ വന്ന സിനിമ കാണുന്നത്. അത് ഈ മൊയ്തുവിനെയും MIT മൂസനെയൊക്കെ കണ്ടിട്ടായിരിക്കും. ഇഷ്ടം കൊണ്ട് മാത്രമാണ്. സത്യം. അതുപോലെ ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വിനോദ് കോവൂർന്ന് യൂട്യൂബിൽ അടിച്ചപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി. 4 വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് ഞാനെന്ന്. പക്ഷെ പിന്നെ മനസ്സിലായത്, എനിക്ക് സത്യത്തിൽ ഈ അടുത്ത് ഏതോ ഒരു യൂട്യൂബർ ഞാൻ 4 വിവാഹം കഴിച്ച വാർത്ത അദ്ദേഹം ഒരു ന്യൂസ് കൊടുത്തു. അദ്ദേഹം ന്യൂസ് കൊടുത്തതിൽ ഞാനും വൈഫുള്ള ഫോട്ടോ, ഞാനും സ്നേഹ ശ്രീകുമാറും കൂടെയുള്ള ഒരു ഫോട്ടോ, അങ്ങനെ 2-3 പെൺകുട്ടികളായിട്ടുള്ള ഫോട്ടോ അവിടെ ഉണ്ട്. 4 കല്യാണം കഴിച്ചു എന്നപ്പോൾ ആളുകളെന്താ വിചാരിക്കുക, ഈ 4 പേരെയാണ് ഞാൻ കെട്ടിയതാണ് വിചാരിക്കുന്നത്. എനിക്കത് അപ്പൊ അതിന്റെ താഴെ എനിക്ക് വന്ന കമന്റ്സ് മുഴുവൻ എന്നെ വേദനിപ്പിക്കുന്ന കമന്റ്സാ. എന്തിന്റെ സൂക്കേടാണ് ഇവന് 4 എണ്ണത്തിനെ കെട്ടി ഇവൻ എന്താക്കാൻ പോടുന്നു അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ആളുകൾ പറയണതേ. ഈ വീഡിയോക്കകത്ത് കറക്റ്റ് കാര്യം പറയുന്നുണ്ടോ? കറക്റ്റ് ആയിട്ട് പറയും. തംബ്നെയിൽ അങ്ങ് കൊടുത്തു, ആളുകൾ തംബ്നെയിൽ കണ്ടിട്ട് കേറി കാണും. അതാണ് സത്യത്തിൽ ഞാൻ എന്റെ ഭാര്യയെ തന്നെയാണ് 4 തവണ കല്യാണം കഴിച്ചത്. അല്ല, അത് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം. ഞാൻ 4 എടുത്ത് വെച്ചിട്ടാ 4 സ്ഥലങ്ങളിൽ. ആദ്യത്തെ കല്യാണം നടന്നത് ഭാര്യയുടെ വീട്ടിൽ നിന്നായിരുന്നു. അപ്പൊ അന്ന് തന്നെ എനിക്കൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. എനിക്കത് അമ്പലത്തിൽ വെച്ചിലാണ്, ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചൊരു കല്യാണം കഴിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ അത് ഭാര്യയുടെ വീട്ടുകാരും ഒക്കെ ഇടപെട്ടിട്ട് അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ മോളെ പറഞ്ഞയക്കണം. ശരി, എന്നാൽ പിന്നെ വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ. പക്ഷെ വീട്ടിൽ നിന്ന് നടത്തിയ ആ കല്യാണം എനിക്ക് തീരെ മനസ്സംതൃപ്തി തന്നില്ല. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ സങ്കടം ഒരു സ്വാമിജിയുടെ അടുത്ത് പറഞ്ഞപ്പം സ്വാമിജി പറഞ്ഞു, അങ്ങനെ ഒരു സങ്കടം ഉണ്ടെങ്കിൽ വിനോദ് ഗുരുവായൂരിൽപ്പെട്ട് ഭാര്യ ഒന്നും കൂടി കല്യാണം കഴിക്കണം. അതിനെന്താ ചോദിച്ചു. ഞാൻ അങ്ങനെ പറ്റുമോ? പിന്നെന്താ, ഗുരുവായൂരിൽ ഒരു 1500 രൂപ അടച്ചാൽ. അത് ഒരു 2018 ഗുരുവായൂർ അമ്പലത്തിൽ 1000 രൂപ അടച്ചാൽ ആർക്കും കല്യാണം കഴിക്കാം. 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും സാക്ഷികളായിട്ട് വേണമെന്നേ ഉള്ളൂ. അത് കേട്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരു ഒക്ടോബർ 10-ാണ് ഞാനിത് സംസാരിക്കുന്നത്. ഒക്ടോബർ 20 ഞങ്ങളുടെ വിവാഹ വാർഷിക. ഉടനെ ഞാൻ വൈഫിനോട് പറഞ്ഞു, 20 നമ്മളൊന്ന് കല്യാണം കഴിക്കാൻ പോകും. അങ്ങനെ എൻ്റെ വീട്ടുകാരെയും അവിടെ വീട്ടുകാരെയും വിളിച്ചു. എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും വന്നു. ഗുരുവായൂർ കല്യാണം. മൂന്നാമത് കല്യാണം കഴിച്ചത് രാമേശ്വരത്ത് വെച്ചാ. അതും അമ്പലമാണ്. അവിടുന്ന് അവിടെ പിന്നെ അങ്ങനെ ഒരു ചടങ്ങിട്ടുണ്ട്. ഒരു പൂജ നടക്കുമ്പോൾ ആ പൂജയിൽ ദമ്പതി പൂജയിൽ ഞങ്ങൾ കല്യാണം കഴിക്കണം. അത് കഴിച്ചു. പിന്നെ ഒന്ന് മൂകാംബിക. അതും ഇങ്ങനെ മൂകാംബിക പോയപ്പോൾ പെട്ടെന്ന് ആഗ്രഹം തോന്നി. ഈ വിവാഹ വാർഷികം ഇപ്പൊ വരാൻ പോവല്ലേ, അപ്പൊ എന്താ പ്ലാൻ? എന്താ ഇത്തവണ ഒന്നുമില്ല, വീട്ടില് സ്വസ്ഥമായിട്ട് 4 കിട്ടിയെന്ന് തന്നെ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ജഗദീഷ് സാർ പറഞ്ഞത്, ജഗദീഷ് സാറിന്റെ ഷോയിൽ പങ്കെടുത്തപ്പോഴേ ഇനി PSCക്ക് ക്വസ്റ്റ്യൻ വരും, വിനോദേ 4 തവണ സ്വന്തം ഭാര്യയെ കല്യാണം കഴിച്ച ആള്, ഓപ്ഷൻ 1 വിനോദ് കപൂർ, ഓപ്ഷൻ B എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നു. അങ്ങനെ 4. പക്ഷെ കുറെ പേര് കമന്റ് ഇട്ടു. ഞാനിങ്ങനെ കമന്റ്സ് ഇങ്ങനെ നോക്കിയപ്പോ കണ്ടു, എല്ലാവരും ഒരു 5 വർഷം കൂടുമ്പോ ഭാര്യയെ ഇതുപോലെ കല്യാണം കഴിച്ച് നമ്മൾ ഈ ലൈസൻസ് ഒക്കെ പുതുക്കുന്ന പോലെ വേണം. ഡിവോഴ്സ് ചെയ്യാൻ മറന്നു പോകും. എന്റെ വൈഫിന് ആദ്യത്തെ കല്യാണത്തിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്ത സാരിയുടെ കളർ ഇഷ്ടമായില്ലായിരുന്നു. അവളുടെ അന്നത്തെ മേക്കപ്പ് അവൾക്ക് ഇഷ്ടമായില്ലായിരുന്നു. പക്ഷെ അവളെല്ലാം അവളുടെ ഇഷ്ടം പോലെ ചെയ്തു. സെക്കൻഡ് കല്യാണത്തിന് അവൾക്ക് ഇഷ്ടപ്പെട്ട സാരി സെലക്ട് ചെയ്ത് മേടിച്ചു. അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള മേക്കപ്പ് ചെയ്തു. എല്ലാം കൊണ്ടും അവൾക്ക് അതാണ് ആ കല്യാണമാണ് അവൾക്ക് ഇഷ്ടമായത്. എനിക്കും അതെ, രണ്ടാമത്തെ കല്യാണം എനിക്കും ഇഷ്ടമായത്.
ഇനിയിപ്പോ ഭർത്താക്കന്മാരൊക്കെ ഇത് കണ്ടിട്ട് ഒരു പണിയില്ല പറയാ, അവർക്കായിരിക്കും ഇനി പ്രശ്നം, ഓരോ വീട്ടിലും ഇനി പറയുമായിരിക്കും. അതെന്നോട് പറഞ്ഞിട്ടുണ്ട് ചില ഭർത്താക്കന്മാര്, ഭാര്യമാരൊക്കെ ഇങ്ങനെ പറയേ, കണ്ടാ വിനോദ് ഭാര്യയെ എന്റെ വിനോദ് നിന്നെ കൊണ്ട് വലിയ ശല്യമായില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അടിപൊളി അതൊക്കെ. അപ്പൊ ലൈഫില് ചേട്ടനപ്പോ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ഭാര്യ തന്നെയാണ്. ഭാര്യമാരാകുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ പൊസസീവ്നെസ് ഒക്കെ കാണുമല്ലോ. എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനത്തെ ഒരു പൊസസീവ്നെസ്, കാരണം ഇപ്പോൾ സുരഭിയുടെ കൂടെ ഞാൻ അഭിനയിക്കുമ്പോഴും അവളുടെ കൂട്ടുകാരികളൊക്കെ വിളിച്ചിട്ട് എന്താ അത് നീ കാണുന്നില്ലേ എന്നൊക്കെ പറയും. പക്ഷെ അവൾക്ക് ഞാൻ വേണ്ട രീതിയിലുള്ള ക്ലാസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ല ഇപ്പൊ നമ്മളെ ഉപ്പുമുളകും ആണെങ്കിലും MIT മൂസ ആയാലും ഇപ്പൊ ബാലു നീലു നമ്മളുടെ മൈൻഡിൽ അതാ, അതുപോലെ MIT മൂസയും പാത്തും നിങ്ങളാണ്, നമുക്ക് ആ ഒരു കപ്പിളാണ്, ഇവരാണ് കപ്പിൾ. അപ്പൊ ശരിക്കുള്ള വൈഫുകൾക്ക് വിഷമാവോ? അതെനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. സിനിമ പോലെ അല്ലല്ലോ. എന്റെ വൈഫും സുരഭിയും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അവൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും, ഭക്ഷണം കഴിക്കും, പോവും, നല്ല ഹാപ്പി ആയിട്ടിരിക്കും. അപ്പൊ നമ്മുടെ കട്ടപ്പാടത്തെ മാന്ത്രികൻ ഒക്ടോബർ 30-ാം തീയതി തിയേറ്ററിലെത്തുകയാണ്. ഒരു സാധാരണ ഒരു പ്രേക്ഷകന് വേണ്ട എല്ലാം ഈ സിനിമയിലുണ്ട്. നല്ല 2 പാട്ടുകളുണ്ട്. പിന്നെ നല്ല മനസ്സിന് തട്ടുന്ന ഒരു കഥയാണ്. ഏതൊരു സാധാരണക്കാരന്റെ മനസ്സിലും സ്ഥാനം പിടിക്കുന്ന ഒരു കഥയാണ്. പിന്നെ ഒരാളുടെ ബുദ്ധിമുട്ട് നമ്മൾ കംപ്ലീറ്റ് മനസ്സിലാക്കും. കാരണം അത് അയാളുടെ പ്രയാസം, അയാളുടെ കൂടെ നിൽക്കും ആളുകൾ. അയ്യോ ഇയാളുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും സാധിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് പ്രേക്ഷകർക്ക് തോന്നും. നമ്മളും ജയസൂര്യയുടെ മൂവിയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, സുദീപാത്മീകത്തിനകത്ത് അതേപോലെ അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ. ഞാൻ കുറച്ചുകൂടി ഏജ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അപ്പം കുറച്ചുകൂടെ ആ ഒരു സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ആവും. അതെ, ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ ഒരു വലിയ സക്സസ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു.